അപ്പെക്സ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 20 ആനുകാലിക ചോദ്യങ്ങളുമായിട്ടാണ്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, LGS, VFA, CPO അങ്ങനെ നിരവധി എക്സാമുകൾക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ടായിട്ട് ചോദിക്കാൻ നമുക്ക് ഉറപ്പുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അധികം താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷൻ്റെ പദ്ധതി ഏതാണ്? സ്വാന്തനമിത്ര എന്നാണ് പദ്ധതിയുടെ പേര്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്തോനേഷ്യ, മലേഷ്യയുമാണ് നിർമ്മിത ബുദ്ധി, അതായത് AI ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യയാണ് രണ്ട് രാജ്യങ്ങൾ. ഏത് സംസ്ഥാനമാണ് സ്വന്തമായി ബാക്ടീരിയ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? അത് നമ്മുടെ സ്വന്തം കേരളമാണ്. കേരളത്തിന് സ്വന്തമായ ഒരു ബാക്ടീരിയ എന്നുള്ള ആശയം, ഒരു ബാക്ടീരിയ പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളം. അപ്പോൾ ഇന്ത്യയുടെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഏതൊരു ബാക്ടീരിയ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ലാക്ടോബിലസ് ഡെൽബ്രൂക്കി സബ്സ്ബൽഗാരിക്കസ് എന്നൊരു ബാക്ടീരിയയാണ് ഇന്ത്യയുടെ ബാക്ടീരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം ക്യാമ്പയിൻ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണെന്ന് ഓർത്തു വയ്ക്കുക. കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാര് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ജസ്റ്റിസ് സൗമൻ സെൻ. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഒന്നും കൂടി പറയുകയാണ്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി ഏതാണ്? സ്വാന്തനമിത്ര. നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്തോനേഷ്യ, മലേഷ്യ. ഏത് സംസ്ഥാനമാണ് സ്വന്തമായ ഒരു ബാക്ടീരിയ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? നമ്മുടെ സ്വന്തം കേരളം. അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എന്ന് ചോദിച്ചാൽ NS മാധവനാണ് നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത്. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ലോകത്തെ 2ാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യമായി മാറിയത്? ഇന്ത്യയാണ് ലോകത്തെ 2ാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യമായി മാറിയത്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രൊഫസർ KN ഹരിലാൽ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ പ്രൊഫസർ KN ഹരിലാൽ. ഇനിയിപ്പോൾ പ്രൊഫസർ KN ഹരിലാൽ തന്നിട്ട് എത്രാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷനാണെന്ന് ഓർത്തു വയ്ക്കുക. 2026 ന്യൂ ഇയർ ആദ്യം എത്തിയത് കിരിബാത്തി ദ്വീപിലാണ്. 2026 ന്യൂ ഇയർ ആദ്യം എത്തിയത് കിരിബാത്തി ദ്വീപിലാണ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കനൽ. അപ്പോൾ സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കനലാണ്. നമുക്കൊന്നും കൂടി നോക്കാം. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആര്? NS മാധവൻ. ലോകത്തെ 2ാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യമായി മാറിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രൊഫസർ KN ഹരിലാൽ. 2026 ന്യൂ ഇയർ ആദ്യം എത്തിയത് കിരിബാത്തി ദ്വീപിലാണ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കനൽ. 10 ചോദ്യങ്ങൾ പിന്നിട്ടു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ 112ാം മേയറായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായ ഇന്ത്യൻ വംശജൻ. ഓർത്തിരിക്കേണ്ട നല്ലൊരു വസ്തുതയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരിലെ ടിപ്പുവിൻ്റെ പരമ്പരയിൽപ്പെട്ട വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. ആരാണ് വനിത? ചോദിക്കാൻ നല്ലൊരു കിടിലൻ ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ വലിപ്പമൊന്നും കണ്ട് ആരും പേടിക്കേണ്ട. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരിലെ ടിപ്പുവിൻ്റെ പരമ്പരയിൽപ്പെട്ട വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. ആരാണ് വനിത? നൂർ ഇനായത് ഖാൻ എന്നാണ് വനിതയുടെ പേര്. നൂർ ഇനായത് ഖാൻ. ഓർത്തിരിക്കണേ. കേരള ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യ വ്യക്തി? ആന്റണി രാജു. അപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് MLA സ്ഥാനം നഷ്ടമായ ഒരു വ്യക്തിയാണ് ആന്റണി രാജു. അപ്പോൾ ആന്റണി രാജു പ്രതിനിധാനം ചെയ്ത മണ്ഡലം, നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആന്റണി രാജു മത്സരിച്ചത്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു അഡീഷണൽ ഫാക്ട് കൂടി പറയാണ്.
ജനപ്രാതിനിധ്യ നിയമത്തെ സംബന്ധിച്ച 2013 സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. ആ ഉത്തരവ് പ്രകാരം MP-യോ MLA-യോ 2 വർഷമോ അതിലധികം കാലമോ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ എന്താകും? അയോഗ്യനാകും. അപ്പോൾ 2013 ജനപ്രാതിനിധ്യ നിയമത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം MP-യോ MLA-യോ 2 വർഷമോ അതിലധികമോ കാലമോ ഒരു കുറ്റത്തിന് മേൽ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ അയോഗ്യനാകും. ശിക്ഷാ കാലാവധിക്ക് ശേഷം 6 വർഷത്തേക്കും പിന്നെ അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ശിക്ഷാ കാലാവധിയിലും അതിനുശേഷം 6 വർഷത്തേക്കും അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പം നിയമസഭാ മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ആ MLA സ്ഥാനം നഷ്ടമാകുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആന്റണി രാജു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടിക്കുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേര്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ചോദിക്കാൻ നല്ലൊരു കിടിലൻ ചോദ്യമാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേരെന്താന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ 112ാം മേയറായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരിലെ ടിപ്പുവിൻ്റെ പരമ്പരയിൽപ്പെട്ട വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. ആരാണ് ആ വനിത? നൂർ ഇനായത്ത് ഖാൻ. കേരള ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആന്റണി രാജു. നിയമസഭാ മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടിക്കുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. 2026 ജനുവരിയിൽ ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർച്യൂണ വേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് ലോഗോ നയത്തിന് രൂപം നൽകിയത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക്. ഫോർച്യൂണ വേവ് എന്ന പേരിലൊരു പുതിയ ബ്രാൻഡ് ലോഗോ നയം രൂപം കൊടുത്തത് ഏതെന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ അംബാസഡർ വിദ്യാ ബാലനാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി നിയമിതനായ മലയാളി. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി നിയമിതനായ മലയാളി ആരാന്ന് ചോദിച്ചാൽ AK ബാലസുബ്രഹ്മണ്യൻ. സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് അഥവാ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് അല്ലെങ്കിൽ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ലക്കിടി, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ വനിതാ വ്യവസായ പാർക്ക്, സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക്. 2026 ജനുവരിയിൽ ആഷസ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ. 2026 ജനുവരിയിൽ ആഷസ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിൻ്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ലൈൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്നേഹിത. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിൻ്റെ തണലൊരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ലൈൻ സ്നേഹിത. ഹെൽപ്പ് ലൈൻ നമ്പർ വേണമെങ്കിൽ ഓർത്തിരിക്കുക. 1800 425 2000 02. 1800 425 2000 02. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹയായ അഞ്ജന മേനോൻ രചിച്ച കൃതി ഏത്? റോസമ്മാസ് ബോയ് എന്ന കൃതിക്കാണ് അഞ്ജന മേനോന്റെ റോസമ്മാസ് ബോയ് എന്ന കൃതിക്കാണ് ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ 2026 ജനുവരി 1 ഈ ഒരു സമ്മാനം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, റോസമ്മാസ് ബോയ് എന്ന് പറഞ്ഞ ആരുടെ കൃതിയാണ് എന്ന് ചോദിക്കാം. അത് അഞ്ജന മേനോൻ. ഇനി അഞ്ജന മേനോന്റെ ഏത് കൃതിക്കാണ് ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ റോസമ്മാസ് ബോയ്. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ലാസ്റ്റായിട്ട് ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. എല്ലാവരും ബൈഹാർട്ട് ചെയ്യുക. വളരെ ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ്. നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി ഏതായിരുന്നു? സ്വാന്തനമിത്രയാണ് കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതി. നിർമ്മിത ബുദ്ധി അഥവാ AI ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ. ഏത് സംസ്ഥാനമാണ് സ്വന്തമായ ഒരു ബാക്ടീരിയ എന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇന്ത്യയുടെ ബാക്ടീരിയ ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി സബ്സ് ബൽഗാരിക്കസ് എന്നാണ് ഇന്ത്യയുടെ ബാക്ടീരിയയുടെ പേര്.
അശ്വമേധം ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണ് അശ്വമേധം. കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ലോകത്തെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപ്പാദക രാജ്യമായി മാറിയത് ഇന്ത്യ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രൊഫസർ KN ഹരിലാൽ. അത് കൃത്യമായി 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന് തന്നെ പഠിച്ചു വെക്കുക, കാരണം എത്രാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എന്നും കൂടി ചോദിക്കാം. പ്രൊഫസർ KN ഹരിലാൽ. 2026 ന്യൂഇയറിൽ ആദ്യം എത്തിയത് കിരിബാത്തി ദ്വീപിലാണ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കനൽ. അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കനൽ. ന്യൂയോർക്ക് സിറ്റിയിലെ 112ാം മേയറായി ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. 2ാം ലോകയുദ്ധകാലത്ത് നാസി അധിനിവേശത്തിന്റെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ച് മൈസൂരിലെ ടിപ്പുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. ആരാണ് ആ വനിത? നൂർ ഇനായത് ഖാൻ. കേരള ചരിത്രത്തിൽ ആദ്യമായി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആന്റണി രാജു. നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. 2026 ജനുവരിയിൽ ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർച്യൂണ വേവ് എന്ന പേരിൽ പുതിയ ബ്രാൻഡ് ലോഗോ നയത്തിന് രൂപം നൽകിയത് ഫെഡറൽ ബാങ്ക്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായ നിയമിതനായ മലയാളി AK ബാലസുബ്രഹ്മണ്യൻ. സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് അല്ലെങ്കിൽ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ലക്കിടി, പാലക്കാട്. 2026 ജനുവരിയിൽ ആഷസ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. സമൂഹത്തിൽ വിവിധ തരത്തിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസത്തിന്റെ തണൽ ഒരുക്കുന്ന കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള ജെൻഡർ ഹെൽപ്പ് ലൈൻ നമ്പർ സ്നേഹിത നമ്പർ 1800-425-2002. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസിന് അർഹയായ അഞ്ജന മേനോൻ രചിച്ച കൃതി റോസമ്മ ബോയ് 2026 ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. അഞ്ജന മേനോന്റെ കൃതിയാണ് റോസമ്മാസ് ബോയ്. ഇനി റോസമ്മാസ് ബോയ് എന്ന ചെറുകഥ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അഞ്ജന മേനോൻ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്